പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങൾക്കായി ഒരു സദ്വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. 2025 ജനുവരി 1 മുതൽ 365 തലക്കെട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വർഷം മുഴുവൻ പ്രാർത്ഥിച്ച് ധ്യാനിക്കാനുള്ള വചനങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ ഒരു തലക്കെട്ടും അതുമായി ബന്ധപ്പെട്ട വചനങ്ങളും അയച്ചു തരുന്നതായിരിക്കും. വചനങ്ങൾ കേട്ട് ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക. നന്ദി. ദിവസം 131. പിതാവില്ലാത്ത. സങ്കീർത്തനം 68 വചനം 5. ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. പുറപ്പാട് 22 വചനം 22 മുതൽ 24 വരെ. വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത്. അവരെ വല്ല പ്രകാരത്തിലും ക്ലേശിപ്പിക്കുകയും അവരെന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും. എൻ്റെ കോപവും ജ്വലിക്കും. ഞാൻ വാൾ കൊണ്ട് നിങ്ങളെ കൊല്ലും. നിങ്ങളുടെ സ്ത്രീകൾ വിധവമാരും നിങ്ങളുടെ പൈതങ്ങൾ അനാഥരുമായി തീരും. യെശയ്യാവ് 1 വചനം 17. നന്മ ചെയ്യുവാൻ പഠിപ്പിൻ, ന്യായം അന്വേഷിപ്പിൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ, അനാഥന് ന്യായം നടത്തി കൊടുപ്പിൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ. യാക്കോബ് 1 വചനം 27. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. യോഹന്നാൻ 14 വചനം 18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ആമേൻ.